കേറിയപ്പോ തന്നെ നല്ല പണി കിട്ടി. കൂട്ടുകാരെ ഇതുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരനെ പുതിയ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കട. കേറിയപ്പോ തന്നെ പിടിച്ചിരുത്തിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. രണ്ടത്തിനെ ചുമരുമ കയറിയിട്ട് വൈദ്യമേന് തേക്കാനുള്ള പണിയും കൊടുത്തു. ഇവനെന്താണ് പുട്ടിന് അരിപ്പൊടിയാ കുഴക്കണത് മുതലാളി. ഇവനാണ് ഈ സ്ഥാപനത്തിന്റെ മുതലാളി. എല്ലാരും പണിയെടുക്കുമ്പോ കൂട്ടത്തിൽ ഒരുത്തം കയ്യും കെട്ടി നോക്കിക്കാൻ ആർക്കും ഇഷ്ടപ്പെടൂല. ഇവന്മാരിരുത്തം കണ്ടാത്തൊന്നും അവിടെ ബിരിയാണി ചെമ്പ് കുട്ടിക്കണ പോലെയാണ്. വീട്ടിൽ ചെന്നാൽ ഉമ്മച്ച എനിക്ക് പണി തരാറ്. ഇപ്രാവശ്യം വാപ്പിച്ചാണ്. ഇവിടെ കയറി കാശ് വാങ്ങിയിട്ടാണ് കടയിൽ കയറി സാധനങ്ങൾ വാങ്ങാൻ. ATM പൈസ എടുത്തപ്പോ വണ്ടിക്ക് സൂക്കേട് തുടങ്ങി. പിന്നെ പമ്പി കയറി പെട്രോൾ അടിച്ച് വാപ്പിച്ചു വന്ന സാധനങ്ങളെ വേഗം വാങ്ങിക്കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത ചീത്ത അവിടെ നിന്ന് കിട്ടും. ഓണ വഴിക്ക് ഉമ്മച്ചിയുടെ ഓർഡർ വന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചാണ്. ഉമ്മച്ചി പറഞ്ഞ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കത്തിച്ചു വിട്ടു. പള്ളിയിൽ പങ്കെടുത്താലും മട്ട പറ്റുമല്ലോ അവിടെ ഇരിക്കും രണ്ട് ശൈത്താങ്ങൾ. വണ്ടിയുടെ ബാക്കിൽ ലൈറ്റ് കംപ്ലൈന്റ് ആണ്. ഇനി ശരിയാക്കാൻ വേണ്ടി ഓർഡർ. വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് എന്നാലും വീട് കൊണ്ട് കൊടുക്കുള്ളൂ. വാപ്പിച്ചിനെ അറിയണവരാണ്. വണ്ടിയുടെ ലൈറ്റ് കിട്ടി റാഹത്തായി. എല്ലാം ശരിയാക്കി വീട്ടിൽ പോണെടുത്ത് വണ്ടിക്ക് വലിവില്ലാത്തോല. പിന്നെ പമ്പി കയറി കുറച്ച് കാറ്റ് കൊടുത്തു. ഇവിടെ പിന്നെ ഫ്രീ അല്ലേ, കട വീട്ടിൽ കൊണ്ടുവെക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങി. പിന്നെ എല്ലാം വാങ്ങി കഴിഞ്ഞിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നു പോകും. ഇനി വേഗം വീട്ടിൽ പോണം. വൈക്ക് ഒരു തണ്ണിക്കുട്ടനെ വാങ്ങി. ഇന്ന് എന്താണെന്നാവോ പുറത്ത് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഇന്ന് വീട്ടിൽ നോമ്പറക്ക് ഉമ്മച്ചുണ്ടാക്കണ പഴംപൊരിയാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്ത് പിന്നെ ഞങ്ങൾ നോമ്പറന്നു. നിസ്കാരം കഴിഞ്ഞ് നേരെ ജിമ്മിലോട്ടാണ് പോകുന്നത്. ഇതാണ് എന്റെ ജിമ്മിലെ അണ്ണൻ ആൽവി. ഞാൻ വീട്ടിലോട്ട് പോണേട്ടാ. അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണാട്ടാ. ബൈ കൂട്ടുകാരെ. പോണതിന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ, മറക്കരുതിട്ടാ.